14 ജില്ലകളിൽ തിരഞ്ഞെടുപ്പ് നടന്നെങ്കിലും കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് ജയിക്കും? അത് വലിയ രീതിയിൽ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുമെന്ന് 3 പാർട്ടികൾക്കും അറിയാം. ഈ അവസാന ഘട്ടം വരുന്ന വിലയിരുത്തലുകൾ എന്താണ്? ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഫലപ്രഖ്യാപനം ഉണ്ടാവും. നാളെ രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ഈ ഒരു അവസാന നിമിഷത്തെ ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തി കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, തിരുവനന്തപുരം ജില്ല മൊത്തം സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നിരീക്ഷകർ വളരെ താല്പര്യത്തോടെ നോക്കുന്നൊരു ജില്ലയാണ്. അതായത് ഒരു 3-ാം മുന്നണിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു എൻട്രി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിനോടകം തന്നെ വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. പാർട്ടിയും മുന്നണികളും ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ അവർ തുറന്നു പറയുന്നില്ല. ഈ പുറമെ ഞങ്ങൾ ജയിക്കും എന്നുള്ളതല്ലാതെ കൃത്യമായ ഒരു കണക്ക് ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ BJPയോ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും വലിയ ഒരു ആകാംക്ഷ. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനാണ് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ളത്. അതിൻ്റെ കാരണം നിലവിൽ കേരളത്തിൽ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിൽ, പ്രത്യേകിച്ച് നഗരസഭയിൽ പ്രതിപക്ഷമായി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരം നഗരസഭയിലാണ്. 2015 നേടിയ അതേ സീറ്റ് തന്നെ 2020 BJP കരസ്ഥമാക്കി. 15 ഒരു സീറ്റ് കൂട്ടാൻ കഴിഞ്ഞില്ല, 35 തന്നെ അവർ 2020 വന്നു. 2020 BJP ഭരണം പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷെ അത് ഈ കോവിഡ് കാരണമാണ് അത് നടക്കാതെ പോയത്. പൊതുവേ കോവിഡ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമായി നിന്നതുകൊണ്ട് തന്നെ 2020 മേൽക്കൈ നേടാൻ BJP കഴിഞ്ഞില്ല എന്നൊരു വാസ്തവമാണ്. അത് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ BJP സാധ്യമാക്കിയേക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന ചില സൂചനകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു അസംബ്ലി അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ ഒരു ഷാർപ്പായി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. കാരണം രാഷ്ട്രീയ വിഷയങ്ങളോടൊപ്പം തന്നെ പ്രാദേശിക വിഷയങ്ങളും വലുതായി ചർച്ച ചെയ്യപ്പെടും. ഒപ്പം സ്ഥാനാർത്ഥികളുടെ മെറിറ്റും ചർച്ചയിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളുടെ മെറിറ്റുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ കാൻഡിഡേറ്റ്സാണ് ഏറ്റവും മികച്ച കാൻഡിഡേറ്റ്സ് എന്ന് പറയേണ്ടി വരും. അതായത് വിവിധ മേഖലകളിലുള്ള പരിചയസമ്പന്നരായിട്ടുള്ള, അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ള ധാരാളം കാൻഡിഡേറ്റ്സിനെ BJP രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഒരു പരിധിവരെ CPMഉം ആ പാത പിന്തുടർന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാവും എന്ന് കരുതിയിരുന്ന മുഖങ്ങളെയൊക്കെ CPM ഫീൽഡിൽ നിന്ന് മാറ്റി. എന്നിട്ട് അതെ, ആര്യരാജേന്ദ്രൻ, SP ദീപക്കിനെ പോലെ വളരെ നല്ല ഒരു പ്രൊഫൈലുള്ള, പൊതുവെ പൊതുരംഗത്തും പാർട്ടിയിലും CPMൻ്റെ പൊതു സ്വഭാവത്തിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സൗമ്യ മുഖമാണ് SP ദീപക് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുകയായിരുന്നു ഇടതുപക്ഷം ചെയ്തത്. പക്ഷേ നഗരസഭയുടെ അല്ലെങ്കിൽ നഗരത്തിൻ്റെ ഒരു പുതിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രാദേശിക വിഷയങ്ങൾ ഒരുപാടുണ്ട് നഗരസഭയായിട്ട് ബന്ധപ്പെട്ടത്. അത് ജനം വിഷയമായിട്ട് എടുക്കുകയാണെങ്കിൽ വലിയ തോൽവിയായിരിക്കും CPM ഉണ്ടാവുക. കാരണം അഴിമതി, നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടുള്ള വൻ അഴിമതികൾ, അതുപോലെ തന്നെ മാലിന്യ പ്രശ്നം, പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന മാലിന്യ പ്രശ്നങ്ങൾ, ഒരു മഴ പെയ്താൽ പോലും മുങ്ങുന്ന തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട റോഡുകൾ, ഇങ്ങനെയുള്ള കുറേയധികം വിഷയങ്ങൾ നിലവിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് തിരുവനന്തപുരം ചർച്ച ചെയ്യുന്നു. അതാണ് ജനം പരിഗണിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് BJPക്ക് നല്ലൊരു മേൽക്കൈ കൊടുക്കാൻ സഹായിക്കും. ഒന്നത്. 2, രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എങ്കിൽ CPM നടത്തുന്ന അഴിമതി, പ്രധാനമായും ശബരിമല കേന്ദ്രീകരിച്ച് നടന്ന അഴിമതി, സ്വർണ്ണക്കൊള്ള, ഹിന്ദുവിൻ്റെ വിശ്വാസത്തിന് മേൽ, പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിന് മേൽ നടത്തിയ കൊള്ള, ഇതുവരെ കേരളത്തിൽ ചരിത്രത്തിൽ കേട്ടില്ലാത്ത കൊള്ള, അത് സ്വാഭാവികമായിട്ടും CPMന് എതിരാവും. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ. അല്ല, അതെല്ലാം ഒരു ഭരണവിരുദ്ധ വികാരമാണ്. അത് BJPയിലേക്ക് മാത്രം ചുരുങ്ങുമോ അതോ കോൺഗ്രസിലേക്കും പോകും? അല്ല, കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വിരളമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം
2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല. കാരണം സ്വാഭാവികമായിട്ടും ഇത് ഈ പിന്നെ ഒരു പ്രാദേശിക വിഷയം എന്നുള്ള നിലയ്ക്ക് കൂടുതൽ ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം നഗരസഭയിലും അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട് നടക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിലൊക്കെയാണ്. അപ്പോൾ BJP ആണ് ഇത് ശക്തമായിട്ട് ഈ വിഷയം പൊതുജന മധ്യത്തിൽ കൂടുതൽ തുറന്നു കാട്ടിയത്. മാത്രമല്ല, ജനങ്ങൾക്കിടെ വിശ്വാസമുണ്ട് ഈ ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങളിൽ BJP ആയിരിക്കും കൂടുതൽ മെച്ചം എന്നൊരു തോന്നൽ അവർക്കുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രീണനം ജനം ചർച്ച ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളായിട്ട്. അമിതമായി SDPI പോലുള്ള മതമൗലിക സംഘടനകൾക്ക് വഴിപ്പെടുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അവരൊരിക്കലും ഇതിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കില്ല എന്ന് ജനത്തിനൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഒരു സ്വാഭാവിക ചോയ്സ് എന്നുള്ള നിലയ്ക്ക് ജനം BJPയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയും. അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം സൂചിപ്പിച്ചല്ലോ, അതും ഈ പറഞ്ഞ പോലെ CPM-നെതിരാണ്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട്, അത് ക്രമസമാധാന പാലനത്തിലായിക്കോട്ടെ, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനായിക്കോട്ടെ, സർക്കാർ ജീവനക്കാരുടെ DA അവരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക 2019, അതുപോലെ തന്നെ പുതിയ ശമ്പള പരിഷ്കരണം, പെൻഷൻകാർക്ക് കൊടുക്കാനുള്ള DA കുടിശ്ശിക, അവരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക, ഇങ്ങനെ 100 പ്രശ്നങ്ങളാണ് ഭരണവിരുദ്ധ വികാരം എന്നുള്ള നിലയ്ക്ക് സർക്കാർ ഫേസ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ എല്ലാം ഗുണഭോക്താക്കളെന്ന് പറയുന്നത് BJP കാൻഡിഡേറ്റ്സ് ആവാനാണ് സാധ്യത കൂടുതൽ. കാരണം നിലവിൽ കോൺഗ്രസ് അപ്രസക്തമാണ്. നിലവിലുള്ള നഗരസഭയിൽ തന്നെ 10 സീറ്റേ അവർക്കുള്ളൂ. അപ്പോൾ ഈ 10 സീറ്റിൽ നിന്നും ഒരിക്കലും 52 സീറ്റിലേക്കൊരു എടുത്തിയാട്ടം, അതിനുള്ള അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുന്നുള്ള പ്രതീക്ഷ തൽക്കാലത്തേക്ക് വേണ്ട എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം തിരുവനന്തപുരം നഗരസഭയിലെ ചില വാർഡുകളിൽ പ്രത്യേകിച്ചും CPM ഉറപ്പായും തോക്കും എന്ന് അവർക്ക് ഉറപ്പുള്ള ചില വാർഡുകളിൽ കോൺഗ്രസ്സിന് വോട്ട് മറിച്ചായിട്ടുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നുള്ള നാളെ റിസൾട്ട് വരുമ്പോഴാണ് അറിയാൻ പോകുന്നത്. നമുക്കറിയാമല്ലോ, ചെറിയ വോട്ടുകൾക്കാണ് പലപ്പോഴും ഈ വിജയം മാറി മറിയുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ തവണ കവടിയാർ 1 വോട്ടിനാണ് BJP പരാജയപ്പെട്ടത്. അപ്പോൾ ഓരോ വോട്ടും വളരെ നിർണായകമാണ് നഗരസഭയിൽ. ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വോട്ട് മറിച്ചിട്ടുണ്ട് എങ്കിൽ, അവരുടെ ND മുന്നണിയുടെ സ്വഭാവത്തിൽ കാണിച്ചിട്ടുണ്ട് എങ്കിൽ, ഈ BJP അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വിജയം ഉണ്ടാകാനുള്ള സാധ്യത കുറവും ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അങ്ങനെ വരുമ്പോൾ വീണ്ടും LDF തന്നെ ഭരണത്തിൽ വരുമെന്നാണോ? അല്ല, LDF ഭരണത്തിൽ വരാനുള്ള സാധ്യതയില്ല. LDF ഭരണത്തിൽ വരും എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് ചില വാർഡുകളിൽ നിർബന്ധമായും BJPയെ തോൽപ്പിക്കണം എന്നവരാഗ്രഹിക്കുന്നവർ, ഇപ്പോൾ ഉദാഹരണത്തിന് ശാസ്തമംഗലം, ശ്രീലേഖ IPS ഒരിക്കലും ജയിക്കരുതെന്ന് CPM ആഗ്രഹിക്കുന്ന ഒരു സീറ്റാണ്. അവിടെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, കുറച്ച് വോട്ടുകൾ അവർ മറിക്കാൻ ശ്രമിക്കും. CPM-ൻ്റെ വോട്ടുകൾ കോൺഗ്രസിന് മറിക്കാൻ ശ്രമിക്കും. ഇതുപോലെ തിരിച്ചും ഒരു സഹായ പദ്ധതി, ഒരു പാലോട്ട് അങ്ങോട്ടോട്ടെന്ന് പറയുന്നത് പോലെ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് തിരിച്ചും സഹായിച്ചിട്ടുള്ളതായിട്ടാണ് ചില വിവരങ്ങൾ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം രാത്രിയോടേക്ക് പുറത്തു വന്നിട്ടുള്ളത്. രഹസ്യമായി അവരുടെ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് BJPക്ക് കടക്കാൻ ബുദ്ധിമുട്ടാവും. അത് സ്വാഭാവികമായിട്ടും 1-2 സീറ്റ് കോൺഗ്രസിന് കൂടുന്നതിനും സഹായമാവും എന്നാണ്. അപ്പോൾ പലരും പ്രവചിക്കുന്ന ഒരു തൂക്കുസഭയായിരിക്കും എന്നാണല്ലോ. 45 LDF-നും BJPക്ക് ലഭിക്കും. അല്ല, തൂക്കുസഭയ്ക്കുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഏത് കക്ഷി ജയിച്ചാലും സ്വാഭാവികമായിട്ടും അവർക്ക് ഭരിക്കാൻ ആവശ്യമായ സീറ്റ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അങ്ങനെ ഒരു തൂക്കുസഭ വരാനായിട്ട് 45 കിട്ടാനായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിൽ തിരുവനന്തപുരത്തില്ല. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പ് വരികയാണ് നിയമസഭയുടെ. അസംതൃപ്തരായിട്ടുള്ള സർക്കാർ ജീവനക്കാർ, പെൻഷൻകാരുണ്ട്. അവർ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് എന്ന് അവരാണ്. അവർ ഇതിൽ സർക്കാരിനെതിരെ അവർ പ്രതികരിക്കും. കാരണം വെച്ചാൽ എന്നാൽ മാത്രമേ 26 മുമ്പുള്ള സമയങ്ങളിൽ അവർക്ക് അനുകൂലമായ വിധി അല്ലെങ്കിൽ ഇപ്പം DA ശമ്പള പരിഷ്കരണം മുതലായി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അവർ അസംതൃപ്തി മിക്കവാറും കാണിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിലായിരിക്കും. അതും CPM-ന് തിരിച്ചറിയും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാരാമീറ്റേഴ്സ് വെച്ച് പരിശോധിച്ചാലും CPM-നെതിരാണ് നിലവിലുള്ള ജനവികാരം. അത് പരമാവധി മുതലെടുക്കാനായിട്ട് BJP ശ്രമിച്ചിട്ടുണ്ട്, അവരുടെ പ്രചരണത്തിലും മറ്റ് തന്ത്രങ്ങളിലുമൊക്കെ. അത് ഫലവത്താവും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.